Welcome to Zen Smile. ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ക്യാരറ്റ് കേക്ക് റെസിപ്പിയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓവനും മൈദയും ക്രീമും ഒന്നുമില്ലാത്ത അടിപൊളി ക്യാരറ്റ് കേക്ക്. അപ്പോൾ തുടങ്ങിയാലോ? ആദ്യം നമുക്ക് 2 ക്യാരറ്റ് നന്നായി വേവിച്ചെടുക്കണം. ക്യാരറ്റൊക്കെ നന്നായി വെന്ത് കഴിഞ്ഞാൽ ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി പേസ്റ്റാക്കി എടുക്കണം. അരിയാൻ വേണ്ടി 1-2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർക്കുക, അതിൽ കൂടുതൽ ചേർക്കല്ലേ. ഇതിലേക്ക് ഇനി 3 മുട്ട ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർക്കാം. 1 ടീസ്പൂൺ വനില എസൻസ്, പിന്നെ 1/4 കപ്പ് ഓയിൽ കൂടെ ചേർക്കണം. ഇനി ഇതെല്ലാം കൂടെ 1-2 മിനിറ്റ് നന്നായി അരച്ചെടുക്കാം. ഇനി കേക്കിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിനായി ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലവർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവർ ചേർത്താൽ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടും. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നന്നായി തരിച്ചെടുക്കണം. നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മിക്സർ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കണം. കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത ഒരു മൗൾഡിലേക്ക് മാറ്റാം. ഈ ബാറ്ററിൻ്റെ മേൽഭാഗം ഒന്ന് ലെവലാക്കി കൊടുക്കാം. ഒരു സ്ക്യൂവർ യൂസ് ചെയ്ത് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഉള്ളിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റെഡി ആയിക്കോളും. ഈ മൗൾഡ് ഒരു പാത്രത്തിനുള്ളിൽ വെച്ച് ലോ ഫ്ലെയിമിൽ 40 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. ഇത് നമ്മൾ നേരത്തെ എഗ്ഗ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിരുന്ന ക്രീമാണ്. ഇതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഇനി ഒരു 1/4 കപ്പ് പാലെടുക്കാം. അതിലേക്ക് 4 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് യൂസ് ചെയ്യാം, ഒന്നും കൂടെ ടേസ്റ്റി ആയിരിക്കും. ഒരു സ്ക്യൂവറോ ഫോർക്കോ യൂസ് ചെയ്ത് കേക്കിൻ്റെ മേലെ ഇതുപോലെ ഹോൾ ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാല് ഒഴിച്ചു കൊടുക്കാം. ഒരു 20 മിനിറ്റ് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ഇതൊന്ന് സെറ്റായി വരട്ടെ. അപ്പോൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ക്രീം കൊണ്ട് നമ്മളിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാണ്. കേക്കിലെല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കേക്കിലെ ആർട്ട് വർക്കും ഡെക്കറേഷനൊന്നും എനിക്കറിയില്ല, അതിന് വേണ്ടതായിട്ടുള്ള ടൂൾസുമില്ല. അപ്പോൾ നന്നായി കേക്ക് ഉണ്ടാക്കി ഡെക്കറേറ്റ് ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്കണേ. ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്രീമാണ്. നല്ല ടേസ്റ്റിയായ ക്രീമാണ്. നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീമിന് പകരം ഇത് തീർച്ചയായും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് ചോക്ലേറ്റൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല യമ്മി കേക്കാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.
Thanks for watching.